ഗായ്സ് അസ്സലാമലൈക്കും. ഇതൊക്കെയുണ്ട് എല്ലാവരും ശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ ഇന്ന് എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഈ നടന്ന് പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നോമ്പ് ഇറക്കുമ്പോഴത്തേനും സാധനങ്ങൾ വേഗം മേടിച്ചില്ലെങ്കിൽ നമുക്ക് വേഗം തീരും കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം സാധനങ്ങൾ എടുക്കാണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് എന്താ സ്നാക്സ് പോലെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിച്ചു. അതിലോട്ട് നമ്മുടെ എന്താ പറയുക ചമ്മന്തി മസ്റ്റാണ് കേട്ടോ. പിന്നെ പാല് നമുക്ക് ചായ ഉണ്ടാക്കണമെങ്കിൽ ചായ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുഹബത്ത് സർബത്തൊക്കെ ഉണ്ടല്ലോ, അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. വേണമെങ്കിൽ അതും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോമ്പ് ഇറക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. ഞാൻ നോമ്പ് ഇറന്നിട്ട് വേഗം ഇറങ്ങിട്ടോ, കാരണം ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ ഞാൻ വേഗം ഇറങ്ങിട്ടോ. വേഗം എന്തെങ്കിലുമൊക്കെ കഴിച്ച് വീഡിയോ എടുക്കാനും സംസാരിക്കാൻ നിന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മേടിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ബസ് മിസ്സാവും. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനും കുറേ ഇതിനൊന്നും നിൽക്കാൻ നിന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നോമ്പറക്കലിൻ്റെ ആ ഒരു വീഡിയോ മിസ്സായത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ സ്റ്റുഡിയോയിലോട്ടാണ് വന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം സ്റ്റുഡിയോയിലേക്ക് പോകുന്നു കേട്ടോ നോമ്പറന്നിട്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ബസ് വെച്ച് ഇവിടെ വന്നിട്ട് നടന്ന് നോമ്പറക്കേണ്ടത്. അവിടെ തൊട്ടടുത്താണ് നമ്മൾ സ്റ്റുഡിയോയിൽ നല്ല കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വലിയ ഇഷ്ടമായില്ല. ആദ്യം എല്ലാവർക്കും ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഏതെങ്കിലും കിട്ടിയത് എടുത്തിട്ട് പോരാന്ന് വെച്ചിട്ട് ഞാൻ 2 ബനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് വേണോ വേണ്ടതെന്നുള്ള മൈൻഡായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയത് ഞാൻ എടുത്തിട്ട് പോകുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഷോപ്പിലായിട്ട് കയറിയത്. അവിടെ നിന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ആദമിനും എല്ലാവർക്കും ഓരോ ഡ്രസ്സിനാണ് എടുത്തത്. നോക്കുമ്പോൾ ആദം അവിടുന്ന് വീഡിയോ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ബേബിക്ക് എന്റെ മോൻക്കുണ്ട് അതില് അതാദമിന്റെ അത് എൽനാട് ഇത് എൽനാട് അതാദമിന്റെ ഷർട്ടാ. അനക്ക് ഇതല്ലേ ഭംഗി ഉണ്ടാവാ ഷർട്ട് മതിയാ. ഇത് ഇട്ടോക്കിയോക്കിയറിയാം അവൾക്ക് ആൺകുട്ടികൾക്ക് ഇഷ്ടാവുള്ളൂന്ന്. ഞാൻ ഫസ്റ്റ് ഇതേപോലത്തതാണ് അവൾക്ക് എടുത്തത്. പിന്നെ ഞാൻ ഒരുപോലത്തത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു. ഇട്ടോക്കട്ടെ, അത് ഇട്ടോക്ക്. എന്റെ മോൾക്ക് ആൺകുട്ടികളുടെ ഡ്രസ്സാ ഇഷ്ടം. അതെടുക്ക്. ആ ചവിട്ടെല്ലാം എടുക്കുമ്പോ മാറ്റിക്കാം, എന്നിട്ട് നാളെ ഇതേപോലത്തെ എടുക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഷോപ്പിലോട്ട് പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്നെ കാണിച്ചെന്ന് ചേച്ചി പൊങ്കാല കഴിഞ്ഞ് വന്നിട്ട് ചേച്ചി കൊടുന്ന അപ്പങ്ങളാണ് കേട്ടോ. അതിൻ്റെ തലേദിവസം ഞങ്ങൾക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞിയല്ല, പായസം. പിന്നെ ഓരോ ഐറ്റംസ്, ഓരോ ഉണ്ട, പിന്നെ അട പോലത്തത് അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഉണ്ട എനിക്ക് ഇഷ്ടമല്ല, ബാക്കിയല്ല എനിക്ക് ഇഷ്ടമായിട്ട്. അതൊക്കെ നോമ്പറക്കുമ്പോഴാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ പൊട്ടിച്ചോക്കിയാണ്. അപ്പോൾ എനിക്കിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ സ്വാദിച്ച് പ്രിയച്ചൊക്കെ അവരൊക്കെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴുള്ള പായസം, അവിടുത്തെ ചോറ് ഒക്കെ എനിക്ക് തരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് അങ്ങനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അതൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് മാത്രം ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ നോമ്പാർന്നിട്ടാണ് അതൊക്കെ കഴിച്ചത്. പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് രാവിലെ വന്നിട്ട് അത് കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. പിന്നെ ആദമിനും ഇന്നലെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മക്കൾക്ക്. അതിൽ ആദമിൻ്റെത് എനിക്ക് വലിയത് തോന്നിയില്ല, കാരണം അവനക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിക്ക് സാലറി ഇട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോനക്ക് ഉമ്മച്ചി ഡ്രസ്സ് എടുത്ത് തരാമെന്ന് ഞാൻ എപ്പോഴും പറയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടിക്ക് സാലറി കിട്ടിയപ്പോൾ എനിക്ക് അവനക്ക് ഡ്രസ്സ് ഇല്ലാണ്ട് എനിക്ക് പോകാനൊരു സമാധാനമല്ല കേട്ടോ. അപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ തന്നെ കിട്ടിയത് എടുത്തിട്ട് പോയതാണ്. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് നമുക്ക് മാറ്റിക്കാലോ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് അവന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനക്ക് അതായിട്ട് ഞാൻ പോയത് കേട്ടോ. കുട്ടിക്ക് ഹാപ്പിയായി. തലേദിവസം വന്നിട്ട് ഞാനത് മാറ്റിക്കുകയും ചെയ്തു കേട്ടോ. അടിപൊളി കളക്ഷൻസ് ആട്ടോ. ഇതെൻ്റെ വേറൊരു ഫ്രണ്ടാണ്, ന്യൂ സ്റ്റാഫാണ് കേട്ടോ. ഇവിടെ അടിപൊളി കളക്ഷൻസ് ആട്ടോ. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം കേട്ടോ. ഇന്നലെ തിരക്കിട്ടിട്ട് എടുത്ത കാരണം ഞാൻ വല്ലാണ്ട് നോക്കിയൊന്നുമില്ല, കിട്ടിയത് എടുത്തിട്ട് പോരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ എന്നിട്ട് നല്ല പോയെടുത്തിട്ടോ. എന്നിട്ട് ഇന്ന് നോമ്പറക്കാൻ നല്ല മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നേ ഞങ്ങൾ വെള്ളം കലക്കിയത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ മുഹബത്ത് കാ സർബത്ത് അതൊക്കെ കുടിക്കൽ കഴിഞ്ഞു. പിന്നെ ഒരു ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയ്ക്കും അതുപോലെ തന്നെ മോമോസും. നല്ല വിശപ്പും ഭയങ്കര എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് എന്തോ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ വേറൊരു താത്താടെ വകയാണ് കേട്ടോ ഇതൊക്കെ മേടിച്ച് തന്നിട്ടുള്ളത്. നമ്മളന്നല്ല, നമ്മളെ ഫമീഷാത്തോളെ ചിലവ് നോമ്പ് തറ എങ്ങനെയുണ്ട് തിന്നോ? എങ്ങനെയുണ്ട് മോമോസ്? ഇഷ്ടായില്ലേ?
എനിക്ക് ഇതിനോട് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് ചിക്കൻ ഇഷ്ടമല്ല, പച്ചല ഛർദിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ഇങ്ങനത്തെ ഇത് ജന്തുവിന് അങ്ങനെ ഇങ്ങനൊന്നും പിടിക്കൂല. നിനക്ക് ഇഷ്ടായടി? അടിപൊളിയാ? ചേച്ചിക്ക് ഇഷ്ടായ? ചേച്ചിക്ക് ഇഷ്ടായ? ഏതാ കഴിക്കണ്? എന്തുട്ട കഴിക്കണ്? ഇതെന്തുട്ട സാധനം? മറ്റേതാണോ? എന്താ പറയാ, എന്റെ മറ്റേ മിസ്റ്റി മിക്സ് അതാണോ? ഏതാ? വാനില. ഓക്കെ. ഡിപ്പേഡ്